ഭാവിയിൽ ലോകത്തെ നയിക്കാൻ പോകുന്നത് ഭാരതമാകുമെന്ന അമേരിക്കയുടെ നിർണായക വിലയിരുത്തൽ പുറത്ത്. US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻട്വാണ് ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ചുകൊണ്ട് സുപ്രധാനമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഭാരതം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വൻ മാറ്റങ്ങളെ അതിനോടൊപ്പം തന്നെ ആ ഒരു മുന്നേറ്റത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും 21ാം നൂറ്റാണ്ടിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രമായ സാമ്പത്തിക ധാരണകൾ യാഥാർത്ഥ്യമാകാനിരിക്കെയാണ് ഈ നിർണായക പരാമർശം പുറത്തു വന്നിരിക്കുന്നതും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന ശക്തമായ രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ മികച്ച സാമ്പത്തിക രംഗത്തെ കാര്യക്ഷമവുമായ ആ ഒരു രാജ്യത്തെ വലിയ കുതിപ്പിലേക്ക് നയിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകുവാനും ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനുമാണ് അമേരിക്കയുടെ താല്പര്യമെന്നും സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ പ്രസ്താവനയെ ഇതിലൂടെ തന്നെ ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്നതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ലോക ശക്തി സമവാക്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ഉയർന്നു കേൾക്കുകയാണോ എന്നതാണ് ഈ ഒരു രീതിയിൽ ഇതിനോടായി തന്നെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണോ എന്നതും അതിൽ ഈ ഒരു അമേരിക്കയുടെ നിലപാട് എന്താകുമെന്നതും ചോദ്യചിഹ്നമാവുകയാണ്. നേരത്തെ റൈസീന ഡയലോഗിൽ ക്രിസ്റ്റഫർ ആകട്ടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഭാരതവുമായുള്ള സഹകരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് 20 വർഷം മുൻപ് ചൈനയുമായി സഹകരണം ആരംഭിച്ചപ്പോൾ പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കില്ല എന്നതായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. നയതന്ത്ര മേഖലയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായ ആ പഴയ നിലപാടിൽ നിന്നും വിഭിന്നമായി തന്നെ ഭാരതത്തിന്റെ നേതൃത്വത്തെ വാനോളം പുകഴ്ത്തുകയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ത്യയുമായുള്ള ബന്ധം വലിയ രീതിയിൽ ടാരിഫ് നയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വഷളാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ടാരിഫ് നയം തിരുത്തണമെന്ന ആവശ്യവുമായി 11 US കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഊർജ്ജസ്വലമായ സാന്നിധ്യമുള്ള വലിയ ഇന്ത്യൻ അമേരിക്കൻ സമൂഹങ്ങൾ ഉൾപ്പെടെ തന്നെ മേഖലയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്കാണ് കത്തെഴുതിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമൂഹങ്ങൾക്ക് ഇന്ത്യയുമായി ശക്തമായ സാമ്പത്തിക സാംസ്കാരിക കുടുംബ ബന്ധങ്ങൾ ഉണ്ടെന്നും അങ്ങയുടെ ഭരണകൂടം അടുത്ത കാലത്ത് കൈക്കൊണ്ട നടപടികൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായുള്ള ബന്ധത്തെ കൂടുതൽ താറുമാറാക്കിയെന്നും അതൊരു രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ അതായത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ മോശമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് വിലയിരുത്തുന്നത്. അത് പരിഹസിച്ചുകൊണ്ട് സുപ്രധാനമായ ഈ ബന്ധം മെച്ചപ്പെടുത്താൻ നടപടികൾ എടുക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ കത്തിലൂടെ അവർ നൽകിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.